ഇതെന്റെ പഴയ കാലമാണ്, ഞാൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാണ്. എന്നെ അറിയാത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മുന്നേ എന്ത് ജോലിക്കാ പൊയ്ക്കൊണ്ടിരുന്നതെന്ന്. അതുകൊണ്ട് ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് വെക്കും. പഠിക്കാൻ പണ്ടേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. അത്ര സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ച ആളാണ് ഞാൻ. അമ്മയും അച്ഛനൊക്കെ ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. അതെനിക്ക് പണ്ടേ സ്വന്തമായിട്ട് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് നേരിട്ട ഒരാളാണ്. ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറ്റം താഴ്ന്ന നിലയിൽ പോയിട്ട് തിരിച്ചു കയറി വന്ന ആളാണ്. പെയിന്റ് പണിക്കും തടിപ്പണിക്കും പോളിഷ് പണിക്കും തിരുവനന്തപുരം സിറ്റി കിടന്ന് ഓട്ടോ ഓടിക്കാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരുന്ന കാലം ഉണ്ടായിരുന്നു ആളെ കിട്ടാൻ. അത് കഴിഞ്ഞ് റോഡിൽ ബിരിയാണി കച്ചവടം ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിന്റെ സൈഡിൽ ഞാൻ ബിരിയാണി കച്ചവടം നടത്തുമ്പോൾ പല ഹോട്ടലുകാരും അവരുടെ കച്ചവടം പോകുന്ന പേടിച്ച് എന്നെ അവിടെ നിന്ന് ഓട്ടിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ വിൽക്കാത്ത ഒരുപാട് ബിരിയാണി പൊതുകൾ ഞാൻ അവിടുത്തെ RCCയിൽ കൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് എവിടെ നിന്ന് എന്നെ ഓട്ടിച്ച് വിട്ട പല ഹോട്ടലുകാരും ഇന്ന് അവരെ കടയ്ക്ക് വേണ്ടി പ്രൊമോഷൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും പക്ഷെ എന്നെ അറിഞ്ഞൂടാ. അവരെന്നെ വിളിക്കുമ്പോൾ മനസ്സിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചാണ് പോയത്. ചെറിയൊരു മധുര പ്രതികാരം പോലെയൊക്കെ. എന്റെ ജീവിതം മാറ്റിമറിച്ചത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. വെളുപ്പിന് 3 മണി കഴിച്ച് 3-4 വീടുകളിൽ പലരുടെയും കിളികളും പട്ടികളും വളർത്തുന്ന ഫാമിലൊക്കെ ഞാൻ ജോലിക്ക് പോയി. അതിന്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ വ്ളോഗിങ് കൂടെ കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് പോലും അറിഞ്ഞൂടാ. ഞാൻ പൊതുവെ എന്റെ വിഷമങ്ങളൊന്നും ഞാൻ ആരോടും പറയാറില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ. കുറച്ചെന്നല്ല, ആർക്കും അറിയില്ല. ഞാൻ പറയാനും പോകാറില്ല. പണ്ടേ എനിക്കൊരു ഒറ്റ മൈൻഡാണ്, എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഞാൻ നല്ലപോലെ ജോലി ചെയ്യും. സ്വന്തമായിട്ട് ബൈക്കില്ലായിരുന്ന 10 വർഷം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിലും ദൈവത്തിന്റെ സഹായം കൊണ്ട് എനിക്കൊരു ബൈക്ക് മേടിക്കാൻ പറ്റി, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഒരു കാർ മേടിക്കാൻ പറ്റി. എന്റെ ജീവിതത്തിൽ സ്വപ്നം കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് എനിക്ക് 5 ലക്ഷം ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നേരെ ഉപയോഗിക്കാൻ അറിഞ്ഞുകൊടുത്ത എനിക്ക് 5 ലക്ഷം ഫോളോവേഴ്സ്. 5 ലക്ഷം ഫോളോവേഴ്സ് എന്നല്ല, 5 ലക്ഷം ഫാമിലി തന്നെയാണ്. ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സൂരജ് വന്ന് ഈ ഫീൽഡ് തകർത്തെന്ന്. ഞാൻ ആരുടെ ഫീൽഡും തകർക്കാൻ വന്നതല്ല, നിങ്ങൾ ആ ഫീൽഡും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോളൂ. പണ്ടെന്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞ ഒരു ഡയലോഗാണ്, വാ കീറിയ ദൈവം അന്നം തരും. ശരി, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അന്നം തരും. ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു മോശം പറഞ്ഞൊന്നും ചിന്തിക്കാത്ത ഒരാളാണ്. എത്ര നല്ലത് കാണിച്ചാലും മോശം പറയാനും കുറ്റം പറയാനും ഒരുപാട് പേരുണ്ട്. അതാണ് എന്റെ വളർച്ചയ്ക്ക് നല്ല വളമായിട്ട് വരുന്നത്. എന്നാലും പിന്നിൽ നിന്ന് കുത്താൻ ഇത്രയും പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗാലറി എന്തായാലും ഇപ്പൊ എനിക്ക് എതിരാണെന്ന് മനസ്സിലായി. എടുത്ത് പറയണം, നിങ്ങളുടെ ആരുടെയും ഫീൽഡിൽ ഞാൻ തകർക്കാൻ വന്നവനല്ല. ആ പറഞ്ഞവരെയും പറയുന്ന കുത്തണ എല്ലാത്തിനും ഞാൻ അൺഫോളോ ആയിട്ടുണ്ട്. ഞാൻ അത്രയും കാണാൻ താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോകും. ഇങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ആരോട് സഹായം ചോദിച്ചു പോയിട്ടും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്. ഞാൻ ഫുഡ് ബ്ലോഗിങ് തുടങ്ങിയ സമയത്ത് വീഡിയോ കാണുന്നതും വീഡിയോ കണ്ട് പഠിക്കുന്നതും ട്രിവിയം ഫുഡിന്റെ വീഡിയോ കണ്ടിട്ടാണ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചതും കാർത്തിക്കാണ്. ആ സമയത്ത് ഒരുപാട് പേര് വളഞ്ഞിട്ട് കുത്താൻ വന്നു. എന്റെ വളർച്ചയിൽ എന്നോടൊപ്പം നിന്ന് സന്തോഷിക്കുന്ന ഒരാളാണ് എന്റെ അരുൺ ചേട്ടൻ. നിങ്ങൾ കാരണം ഞാനും രക്ഷപ്പെട്ടു. അതുവഴി എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ഈ മുതുക്ക് സ്നേഹത്തിന് എല്ലാവരോടും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എന്ന് സ്വന്തം നിങ്ങളുടെ അൽഫുട്ടി മാമൻ.